എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു കൂടുതൽ പ്രാധാന്യം മനസ്സിലാക്കിയത്. കാരണം ഇത് സാധാരണ എല്ലായിടത്തും അമ്പുണ്ട്, ടൗൺ അമ്പുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഞാനിതിനകത്ത് മനസ്സിലാക്കുന്നത് ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ വിളനിലമാണ് ഈ പരിപാടി എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. ചാലക്കുടിയിൽ മാത്രം ഉള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പലരോടും ഷെയർ ചെയ്യുകയും ചെയ്തു. കാരണം എൻ്റെ അടുത്ത് വന്ന ഇത് ഈ പ്രോഗ്രാമിലാണെങ്കിലും എന്താ പറയുന്നത്, എല്ലാ ജാതി മതസ്ഥരും ഇതിൽ ഈ പെരുന്നാളിന് സഹകരിക്കുന്നു. തിരിച്ചതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടി ദേശീയോത്സവമായി ഈ പെരുന്നാൾ മാറ്റപ്പെടുകയാണ്. പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, നമ്മള് എല്ലാ പെരുന്നാളുകളെക്കാളും വ്യത്യസ്തമായിട്ട് ഇത്തവണ മാർക്കറ്റ് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോഴല്ലേ ഒരു ഭയങ്കര പ്രഭ, ദീപാലങ്കാര പ്രഭയിൽ കുളിച്ച് കാണും മാർക്കറ്റ് റോഡില്. ഇപ്പൊ എന്റെ പിറകിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മർച്ചന്റ് അസോസിയേഷനിലെ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് ഈ മർച്ചന്റ് അസോസിയേഷനിലെ ഭാരവാഹികളൊക്കെ എന്റെ പിന്നാലെ വരുന്നുണ്ട്. അവരും ഈ പൊൻപ്രഭ ആസ്വദിച്ച് വരാണ്. ചുങ്കത്ത് ചിലർ നമ്മുടെ രഞ്ജിത്തേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും എന്റെ പിറകിലൂടെ വരാണ്. മർച്ചന്റ് അസോസിയേഷനിലെ ജോയേട്ടൻ, ബിനുചേട്ടൻ, റൈസൻ ചേട്ടൻ, ഷൈച്ചേട്ടൻ അടക്കം എല്ലാവരും ഈ പൊൻപ്രഭ ആസ്വദിച്ചുകൊണ്ട് വരാണ്. നമുക്ക് അവരോട് ചോദിക്കാം, ഈ പൊൻപ്രഭയുടെ പിന്നിലുള്ള ആ അധ്വാനം എന്താ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ഇത് ഈ ചാലക്കുടി പെരുന്നാൾ ഇപ്പൊ ഭയങ്കര കളറായിട്ടിരിക്കുകയാണ്. മാർക്കറ്റ് റോഡിലൂടെ, സാധാരണ മാർക്കറ്റ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലൂമി ആയിട്ടാണ് നിൽക്കുക. പക്ഷെ ഇപ്രാവശ്യം പൊൻപ്രഭയിൽ കുളിച്ച് നിൽക്കുകയാണ്. ഇതെന്താണ് രഞ്ജിത്തേട്ടാ ഇങ്ങനെ ഒരു പൊൻപ്രഭ? ഓരോ വർഷം കഴിയുന്തോറും ചാലക്കുടി പെരുന്നാൾ അതിന്റെ വ്യാപ്തിയിലും ആഴത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം ആദ്യമായിട്ട് നമ്മുടെ ഈ കൊല്ലത്തെ ചെയർമാൻ, ടൗൺ അമ്പിന്റെ ചെയർമാന്റെ ഒരു ആഗ്രഹമായിരുന്നു മാർക്കറ്റ് റോഡ് ഗംഭീരാക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു 3-4 ലക്ഷം രൂപയുടെ അഡീഷണൽ എക്സ്പെൻസ് വരും. പക്ഷെ എല്ലാവരും കൂടി സഹകരിച്ച്, പ്രത്യേകിച്ച് ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ടും അതിലൊരു മേജർ കോൺട്രിബ്യൂഷൻ തന്നപ്പോൾ മാർക്കറ്റ് റോഡ് ഗംഭീരമായി. ഈ ചാലക്കുടിയിലെ ഒരു പ്രത്യേകത, എല്ലാ മതസ്ഥരും ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ആ അറ്റത്ത് നടക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടനാണ്. കഴിഞ്ഞ വർഷത്തെ അമ്പിന്റെ ചെയർമാനായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇതിന് മാസങ്ങളുടെ പ്രവർത്തനവും കൂട്ടായ അധ്വാനവും കൂടി ഞങ്ങളുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ഒരു മെഷീനറി പോലെ ഇത് പ്രവർത്തിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും അതിന്റെ പ്രഭ കൂടി വരുന്നു. ഈ കൊല്ലം മാർക്കറ്റ് റോഡ് വ്യാപാരി വ്യവസായി ഭംഗിയാക്കിയെങ്കിൽ ഇനി അടുത്ത കൊല്ലം ഇനി ഇതിന്ന് കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഈ നഗരക്കാഴ്ചകൾ ഇത്തവണ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാംസുകളുണ്ട്. അതിന്റെ ചർച്ച ചെയ്യണമല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞു. നഗരക്കാഴ്ച ഇതുപോലെ ഒരു 6 കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ്. ഇപ്പൊ അത് വെടിക്കെട്ട് പോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറി. ഈ കൊല്ലം സ്റ്റേജ് ഷോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്ഥലത്ത് ഫാഷൻ ഷോയാണ്, ഒരു സ്ഥലത്ത് പഞ്ചഗുസ്തി മത്സരമാണ്, വേറൊരു സ്ഥലത്ത് മ്യൂസിക് ജാമിംഗ് ആണ്. മ്യൂസിക് ജാമിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് കലാകാരന്മാർ പാടുകയല്ല, ഓർക്കസ്ട്രയുടെ കൂടെ പബ്ലിക്കിന് പാടി ഡാൻസ് കളിക്കാവുന്ന ഒരു പ്രത്യേക സംവിധാനം. അങ്ങനെ ടോട്ടലി ന്യൂ ആൻഡ് വെറൈറ്റി പ്രോഗ്രാംസ് ആണ് ഈ തവണ അവതരിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ജീവിതത്തിലൊരു ആഗ്രഹമായിരുന്നു മാർക്കറ്റ് റോഡിൽ ഇതുപോലെ ഒരു ദീപാലങ്കാരം. അതിനേക്കാളും ഉപരി തന്നെ മർച്ചന്റിന്റെ തൊട്ട് മുന്നിൽ തന്നെ നല്ലൊരു വിരിഞ്ഞ പന്തൽ ആഗ്രഹിച്ചു. അതൊക്കെ സാധിച്ചു തന്നത് ചാലക്കുടിയിലെ വ്യാപാരികളാണ്. ഓക്സിജൻ ഗ്രൂപ്പ് ഇത് വളരെ ഭംഗിയായി തന്നെങ്കിൽ ഈ വ്യാപാരവന്റെ മുന്നിൽ ഒരുപാട് വ്യാപാരികൾ ഇതിന്റെ പരസ്യം തരികയും ഒപ്പം തന്നെ നാനാജാതി മത്സര ഒത്തുകൂടുന്ന ഈ ഉത്സവത്തില് ചാലക്കുടിയിലെ വ്യാപാരികള് അനേകായിരം രൂപ തന്നു എന്നുള്ള ഒരു സംതൃപ്തിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, നമ്മുടെ ചാലക്കുടി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാലക്കുടിയുടെ ദേശീയോത്സവമാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ കൂടി ഒരു പെരുന്നാളായിട്ട് മാറണം. ഇപ്പൊ നമ്മുടെ മെയിൻ റോഡിലൂടെ പോകുമ്പോഴേ മുൻ പെരുന്നാളുകളൊന്നും കാണാത്ത രീതിയിൽ വ്യാപാര ഭവന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദീപാലങ്കാര ഗോപുരം വളരെ മനോഹരമായിട്ട്. ഈ ദീപാലങ്കാര ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ആകർഷണം കിട്ടാനായിട്ട് ഏത് ആഘോഷങ്ങൾക്കും ഒരു ആകർഷണം ഉണ്ടാക്കുകയും പൊലിമ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഈ ദീപാലങ്കാരങ്ങൾ. തീർച്ചയായിട്ടും വ്യാപാര ഭവന്റെ മുന്നിൽ ഇത്തവണ വ്യത്യസ്തമായിട്ടൊരു ദീപാലങ്കാര ഗോപുരം പോലത്തെ ഒരു സംഭവം ചെയ്തേക്കാണ്. ഇതൊക്കെ ചാലക്കുടി പെരുന്നാളിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഗതികളാണ്. എന്തായാലും മർച്ചന്റ് അസോസിയേഷനിലെ ഭാരവാഹികളായിട്ടുള്ള നമ്മുടെ ഷൈജുവേട്ടൻ ഇതിന്റെ പിന്നിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വ്യാപാര മന്ദിരത്തിന്റെ സമുച്ചയം മുൻഭാഗം ദീപാലങ്കര പ്രവയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ബോച്ചെ, നമ്മുടെ കേരളത്തിന്റെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബോച്ചയും അതുപോലെ തന്നെ വില്ലി വൈറ്റ്, ജിം മാസ്റ്റർ, അതുപോലെ തന്നെ വാലപ്പൻ ക്രിയേഷൻസ്, ഈ 4 ടീമുകൾ മർച്ചന്റുമായിട്ട് കൈകോർത്തപ്പോ അതിഗംഭീരമായിട്ടുള്ള ഒരു ദീപാലങ്കാര ഗോപുരം നമുക്ക് വ്യാപാര മന്ദിരത്തിന്റെ മുന്നിൽ സാധ്യമാക്കാൻ സാധിച്ചു. ഇത് ഈ 4 പേരുടെയും
മർച്ചന്റുമായിട്ട് കൈകോർത്തതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് സാധ്യമായത്. തീർച്ചയായിട്ടും അവരോട് പ്രത്യേകം മർച്ചന്റ് അസോസിയേഷന് പ്രത്യേകം കടപ്പാടും നന്ദിയുമുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ദീപാലങ്കാരമായിട്ട് സഹകരിച്ച ഓക്സിജൻ ഗ്രൂപ്പിനും വലിയൊരു മർച്ചന്റിനുമായിട്ട് കടപ്പാടുണ്ട്. എന്തായാലും ഇത് സാധ്യമായത് 2000-ഓളം പോകുന്ന കച്ചവടക്കാരുടെ ഒരു ഫലം തന്നെയാണ്. ഇവിടെയാണ് ഈ വ്യാപാര സമുച്ചയത്തിന് മുന്നിലാണ് നഗരക്കാഴ്ചയുടെ മെയിൻ സ്റ്റേജ് തിങ്കളാഴ്ച വൈകിട്ട് 6:30 ഉദ്ഘാടനം ചെയ്യപ്പെടുക. അപ്പൊ തീർച്ചയായിട്ടും ഈ പെരുന്നാളുകളായാലും ഏത് ആഘോഷങ്ങളായാലും ചാലക്കുടിയിൽ കളറാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന്മാരാണ്. മർച്ചൻസ് ഇല്ലെങ്കിൽ ഈ പട്ടണം ഇല്ല. യഥാർത്ഥത്തിൽ ചാലക്കുടി പട്ടണത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മർച്ചൻസ് ആണ്. മർച്ചൻസ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും നാടിന്റെ നന്മയ്ക്കായാലും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ജോയന്റെ നേതൃത്വത്തിൽ ജോയ് മൂത്തേടൻ എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈ ചാലക്കുടിയിലെ എല്ലാ ആഘോഷങ്ങളെയും കളറാക്കുന്ന ഈ മർച്ചൻസിന്റെ നല്ലൊരു ഇടപെടലിനും നന്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാണ്. അപ്പൊ പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, ചാലക്കുടിയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ചാലക്കുടിയിലേക്ക് വരിക, ഓരോ കാഴ്ചകളും കാണുക, ആസ്വദിക്കുക. ഇത് മാത്രമാണ് പറയുന്നത്. എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം. മർച്ചന്റിനും മർച്ചന്റ് യൂത്ത് വിങ്ങിനും എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്.